എല്ലാവർക്കും നമസ്കാരം. സേവനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 24/5/2028 നാളെ തുടങ്ങാനിരിക്കുന്ന ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ചാണ്. 24 മുതൽ 28 വരെയാണ് ട്രയൽ അലോട്ട്മെന്റ് നടക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുമോ, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണോ, തിരുത്തലുകൾ വരുത്തിയാൽ കിട്ടില്ലേ എന്നുള്ള സംശയങ്ങളെ കുറിച്ചുള്ള ഒരു ഡൗട്ട് തീർക്കലിനാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്ത കുട്ടികൾ ചെയ്യേണ്ട പ്രത്യേകിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾ കൊടുത്ത സ്കൂളുകളുടെ എണ്ണം കുറവാണെങ്കിൽ കുറച്ചുകൂടി സ്കൂളുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ മാർക്കുള്ള കുട്ടികൾ അതേ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ പുറത്തു പോയേക്കാം. കൂടുതൽ സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് അപേക്ഷ സമർപ്പണ സമയത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ, ഉദാഹരണത്തിന് ഓപ്ഷൻ കൊടുത്തത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ട സമയത്ത് ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്തു, ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് ഫസ്റ്റ് ഓപ്ഷനായി, രണ്ടാമത് കൊടുക്കേണ്ടത് മൂന്നാമതായി എന്നീ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ട്രയൽ അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യാൻ വിട്ടുപോവുക. സ്കൂളുകളിൽ സമയത്തിന് സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്നീ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ നിങ്ങൾക്ക് തിരുത്തിയെടുക്കാൻ പറ്റും. തിരുത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, നിങ്ങൾ ലോഗിൻ ചെയ്താൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി ട്രയൽ അലോട്ട്മെന്റ് വന്ന് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം നിങ്ങൾ സ്വന്തമായോ തൊട്ടടുത്തുള്ള CSC സെന്റർ വഴിയോ അക്ഷയ സെന്ററുകൾ വഴിയോ നിങ്ങൾ പോയി അത് എഡിറ്റ് ചെയ്തിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ PDF നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട് എന്നുള്ള ഉറപ്പുവരുത്തണം. ഫൈനൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടൂ. അല്ലാത്ത പക്ഷം ട്രയലിലൂടെ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുന്നതോടുകൂടി നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും പുറത്തു പോകുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ 1, 2, 3 എല്ലാവിധ അലോട്ട്മെന്റുകളും കഴിഞ്ഞ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്ന സമയത്ത് മാത്രമേ വീണ്ടും നിങ്ങൾക്ക് +1 അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ലോഗിൻ ചെയ്തവർ എഡിറ്റ് ഓപ്ഷൻ അമർത്തിയതിനു ശേഷം റീസബ്മിറ്റ് ചെയ്യാതെ ഒരിക്കലും ലോഗൗട്ട് ചെയ്യരുത്. റീസബ്മിറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ PDF നിങ്ങൾ സൂക്ഷിക്കണം. പ്രിന്റ് ഔട്ട് പറ്റുമെങ്കിൽ അതും സൂക്ഷിക്കുക. 28/5/2025 വരെയാണ്, വൈകിട്ട് 5 മണി വരെയാണ് ട്രയൽ അലോട്ട്മെന്റ് അവസാനിക്കുന്ന ലാസ്റ്റ് സമയം. അതിനിടയിൽ നിങ്ങൾ ഫയൽ സബ്മിറ്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു.